ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഇലക്ട്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താണ് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഒരു ബ്രെഡ് ബോർഡിൽ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ അസംബിൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഓസിലോസ്കോപ്പിലൂടെ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. ഇൻപുട്ടിലേക്ക് ഒരു സിഗ്നലും കൊടുക്കാതെ തന്നെ DC സപ്ലൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് AC സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്ന സർക്യൂട്ടുകളെയാണ് ഓസിലേറ്റർ എന്നറിയപ്പെടുന്നത്. അതായത് DC ടു AC കൺവെർട്ടർ. ഈ കാണുന്നത് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ്. ഈ സർക്യൂട്ടിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ആംപ്ലിഫയറിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള, അതായത് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൈനസോയിഡൽ വേവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററുകൾ ഉപയോഗിക്കാറുള്ളത്. നമുക്കിതിൻ്റെ സർക്യൂട്ടിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഈ സർക്യൂട്ടിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, ഒരു RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്. ഇതൊരു ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ടും പ്രവർത്തിക്കുന്നു. രണ്ടാമത്തത് ഒരു ആംപ്ലിഫയർ സർക്യൂട്ട്. RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിൽ 3 RC നെറ്റ്വർക്കുകളാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അതായത് ഇതിൽ ഒരു RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫേസ് ഷിഫ്റ്റ് കിട്ടുന്ന രൂപത്തിലാണ് റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും മൂല്യം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 3 RC നെറ്റ്വർക്കും കൂടി 3x60 ഡിഗ്രി, അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഒരു 3 RC നെറ്റ്വർക്കോട് കൂടിയ ഒരു RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു സൈൻ വേവ് കൊടുക്കുകയാണെങ്കിൽ അത് നേരെ തിരിഞ്ഞുള്ള ഒരു സൈൻ വേവ് ആയിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ ലഭിക്കുന്നു. അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായി എന്നർത്ഥം. ഒരു ഓസിലേറ്ററിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ആംപ്ലിഫയർ. ഇവിടെ BC548 എന്നുള്ള ഒരു ട്രാൻസിസ്റ്ററാണ് ആംപ്ലിഫയർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. R1 R2 എന്നീ 2 റെസിസ്റ്ററുകൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മെത്തേഡ് വഴി ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയി പ്രവർത്തിക്കാൻ വേണ്ട ബയാസിംഗ് വോൾട്ടേജ് നൽകുന്നു. RC എന്നുള്ള റെസിസ്റ്റർ ഒരു കലക്ടർ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററായും RE എന്നുള്ള റെസിസ്റ്റർ എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്ററായും CE എന്നുള്ള കപ്പാസിറ്റർ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററായും പ്രവർത്തിക്കുന്നു. ഈ ആംപ്ലിഫയർ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയതുകൊണ്ട് അതിൻ്റെ ഇൻപുട്ടിലേക്ക് നൽകുന്ന സിഗ്നലിൻ്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോട് കൂടിയ ഔട്ട്പുട്ടാണ് ലഭിക്കുക. അതായത് ഇൻപുട്ടിലേക്ക് ഈ രൂപത്തിലുള്ള ഒരു വേവ് ഫോമാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ നേരെ തിരിഞ്ഞുള്ള വേവ് ഫോമാണ് കിട്ടുക. ഇവിടെ RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിൽ നിന്നും ഫീഡ്ബാക്ക് ആയിക്കൊണ്ട് ഈ പൊട്ടൻഷ്യോമീറ്റർ വഴി ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് എനർജി ലഭിക്കുന്നു. ഒരു ഓസിലേറ്ററിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള, അതായത് തുടർച്ചയായിട്ടുള്ള ഓസിലേഷൻ ലഭിക്കണമെങ്കിൽ ആ ഓസിലേറ്ററിൽ പാലിച്ചിരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തെയാണ് ബാർക്കോസൺ ക്രൈറ്റീരിയൻ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞത്. എന്താണ് ഈ മാനദണ്ഡങ്ങൾ? ഒന്നാമത്തത് A/β=1 ആയിരിക്കണം. എന്താണ് A, എന്താണ് ബീറ്റ? A എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ ഗെയിന്, അതായത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നൽകുന്ന സിഗ്നലിൻ്റെ എത്ര മടങ്ങായിട്ടാണ് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദ ആംപ്ലിഫയർ. രണ്ടാമത്തെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ. എന്താണ് ബീറ്റ എന്ന് പറയുന്നത്? അതായത് തുടർച്ചയായിട്ടുള്ള ഓസിലേഷൻ ലഭിക്കണമെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഒരു നിശ്ചിത ഭാഗം എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്കായി നൽകണം. എത്ര ഭാഗം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഫാക്ടർ. അപ്പോൾ A/β=1 ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് ഇതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം നൽകേണ്ടത്. അതായത് ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ഫീഡ്ബാക്ക് ലൂപ്പ് 0 അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ ഈ സർക്യൂട്ടിൽ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് മൊത്തത്തിൽ 360 ഡിഗ്രിയോട് കൂടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് ഈ ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് ആയി കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് അർത്ഥം. അതായത് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ ഉണ്ടായിരുന്ന മുന്നുള്ള സിഗ്നലും ഫീഡ്ബാക്ക് എനർജി ആയിട്ട് കിട്ടുന്ന സിഗ്നലും രണ്ടും ഒരേ ഫേസിലാണ്. അതായത് ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നൽകിയത്. അപ്പോൾ ഈ 2 കണ്ടീഷനും പാലിച്ചു കഴിഞ്ഞാൽ ഇതിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഓസിലേഷൻ ലഭിക്കും. RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ 3 RC നെറ്റ്വർക്ക് ഉപയോഗിച്ച് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻപുട്ടിലേക്ക് നൽകുന്ന വോൾട്ടേജിൻ്റെ 1/29 ഭാഗം
അറ്റുനേറ്റ് ചെയ്ത്, അതായത് കുറഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയറിൻ്റെ ഗെയിന് 29 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടായാൽ മാത്രമേ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഓസിലേഷൻ ലഭിക്കുകയുള്ളൂ. അതായത് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എ ഈസിക്കൽ ടു 29 ഫീഡ്ബാക്ക് ഫാക്ടർ ഓഫ് RC നെറ്റ്വർക്ക് ബീറ്റ ഈസിക്കൽ ടു 1/29 ആകുമ്പോൾ എ ഇൻറ്റു ബീറ്റ ഈസിക്കൽ ടു 1 എന്ന് ലഭിക്കുന്നു. ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 29 വളരെ കൂടുമ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നു. എന്നാൽ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 29 ആകുമ്പോൾ ഔട്ട്പുട്ടിൽ പ്യുവർ ആയിട്ടുള്ള സൈൻ വേവ് ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആംപ്ലിഫയറിലുള്ള നോയ്സ് സിഗ്നൽ മൂലം ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നോയ്സുകളിൽ വ്യത്യസ്ത ഫ്രീക്വൻസികളുള്ള സിഗ്നലുകൾ ഉണ്ടായിരിക്കും. RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് വ്യത്യസ്ത നോയ്സ് ഫ്രീക്വൻസികളിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിക്ക് മാത്രം ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലഭിക്കുകയും എന്നാൽ മറ്റുള്ള എല്ലാ ഫ്രീക്വൻസികളും ഔട്ട് ഓഫ് ഫേസായി വരികയും അങ്ങനെ ആ ഒരു പ്രത്യേക ഫ്രീക്വൻസിക്ക് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ ഫീഡ്ബാക്ക് ലഭിക്കുന്നത് മൂലം തുടർച്ചയായി ഓസിലേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ഓസിലേഷൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല F = 1/2π RC√6 എന്നാണ്.